നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക ആരംഭ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുട സൈന്യസമം തേരിലേറിനാൻ. നിന്നോടു കൂടവേ വിണ്ണിലകം പൊക്കു സന്നദ്ധനായി ചെന്നു അസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരില്ലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം ഇങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരേ. ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം ഇങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരേ. നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം തരാം. നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയമിൻ അപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടെ നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു കാർക്കൂന്തൽ അഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടണിഞ്ഞിക. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടതി കൊണ്ടർത്തിച്ചുകൊണ്ട് കൊൾക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസേ. മന്ദര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയും
പത്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ. കൈകേയി മന്ദരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവാൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം. ഏതും ഇതിനൊരിളക്കം വരായികയിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാന്യുതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായ അശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നിങ്ങിരിക്കലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം ബുക്കരുളിയിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീദൃശം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ക്രോധാലയം പ്രവേശിച്ചതിന്മൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകീടാതെ എന്നതു കേട്ടു ഭയേനമോ മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ. വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോടു ചൊൽകടോ. വൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വദ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനൻ എത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വയ്പ്പനവനെ ഞാൻ. അർത്ഥവാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവനെന്നും അവനെ ഞാൻ. വധ്യനെ നൂനമവധ്യനാക്കിയിടുവാൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം. മാനിനി ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായിക മാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്താനവും ചെയ്തു. മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ടു സുരാസുരായോധേന സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു. ഭവാങ്കലതു 2 ഇച്ഛയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണം എന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും.
ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ. കാലം 14 സംവത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം. രാമനുഷസീവനത്തിനു പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിലിന്നു. മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം. മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി. സത്വരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ. ദുസ്വപ്നമാഹന്ത കാൺകയോ. ജ്ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകയോ. മമ മൃത്യുസമയമുപസ്ഥിതമാകയോ. കിമേതൽ കൃതം ശങ്കരാ. ദൈവമേ പങ്കജലോചനാഹ പരബ്രഹ്മമേ. വ്യാക്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ. ദീർഘമായി വീർത്തുമേവ മുര ചെയ്തു. എന്തീ വണ്ണം പറയുന്നതു ഭദ്രേ നീ. എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ. പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ. ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാകയില്ല. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ. ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. പങ്കജനേത്രനാം രാമനുഷസിന്നു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ. എന്നുട ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാകേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശമതവും ഭൂമിപതേ വൃഥാ മിഥ്യയാക്കിയിടോല. കൈകേയി തന്നുട നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണീടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞു കരഞ്ഞും സദാ. രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യമായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം. താപസവർഗവും കന്യകാവൃന്ദവും വാരണവാജീരഥങ്ങൾ പദാതിയും ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാച്ചു സംഭരിച്ചിടിനാൻ. സ്ത്രീബാലവൃദ്ധാദിപുരവാസികളാ ബദ്ധകൗതൂഹലാബ്ദി നിമഗ്ധരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ. ചീർത്ത പരമാനന്ദത്തോടും മേവിനാൻ നമ്മുടെ ജീവനാം രാമകുമാരനെ. നിർമ്മലരത്ന കിരീടമണിഞ്ഞതി രമ്യമകരായുധ മണികുണ്ടല സമ്മുദ്ഗശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ചലതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രികാസുന്ദരമന്ദസ്മിതാഭയും
കുന്തമുകുള സമാനദന്തങ്ങളും. കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടുകൂപ്പിടും മൂരുകാണ്ഡങ്ങളും. കുമ്പിടുന്നോരു പുറവടി ശോഭയും അംബോജതുല്യമാ മംഗ്രീതലങ്ങളും. ജമ്പാരിരത്നം തൊഴും തിരുമേനിയും ഗൗരാതപത്രം ധരിച്ചരികെ നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി ഇന്നിതം. മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ വ്രതനിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടു മൗത്സൗക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെ പൊങ്ങിയും വാണിയിടിനാർ പുരവാസികളാദരാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. വിച്ഛിന്ന അഭിഷേക ആരംഭ ഭാഗമാണിനി വായിക്കേണ്ടത്. അന്നേരമാദിത്യനുദിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നു എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദം തഥാ. മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകമ്പുക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്രപ്രവരാ ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുത്ഥാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ. ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവീ കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ. ചൊല്ലുകന്നെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞതു തന്നെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്ധ്യൽ പ്രജാകാര സേവകയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ജ്ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുളറിപ്പോയി ചെന്നു കൗസല്യാതനയനോടു ചൊല്ലിനാൻ. താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരമവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറീരതോപരി പ്രേമവിവശനാം താതൻ മരുവിടും. മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുദ്ധായ സംഭ്രമാൽ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചോരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശേഷവും ചെയ്തു. സാദരം തൻ്റെ മടിയിൽ കിടത്തിയിടിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരുടെ ശോകാൽ വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും ഖേദേന മന്ദിരം ബുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ അറിഞ്ഞവരെന്നതു
നേരം പറഞ്ഞിതു കേകയപുത്രിയും. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ, സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കലെഴുതെനി താതനു ദുഃഖനിവൃത്തി വരുത്തുവാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീ, ഇതു ചിത്തഹിതം നൃപതീന്ദ്രനോ നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ, രണ്ടുവരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസാ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടുമിന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതു താതനറിക നീ. സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. അങ്ങനെ ശ്രീരാമൻ്റെ രാജ്യാഭിഷേക സമയമെടുത്തു. അങ്ങനെ ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോടും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നല്ല മുഹൂർത്തമാണ്, ആ മുഹൂർത്തത്തിന് ശ്രീരാമനെ രാജാവായി അഭിഷേകം ചെയ്യണം, അതിനുള്ള സാധനങ്ങളെ ഒരുക്കാൻ പറഞ്ഞു. തുടർന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പോയി ശ്രീരാമനോട് പറയണം. അങ്ങനെ സുമന്ത്രരെ നിയോഗിക്കുകയാണ്. പോയി പറയുകയും തുടർന്ന് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ സമീപത്ത് ചെല്ലുന്ന കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ 2 വരം അസുരന്മാർ തമ്മിലുണ്ടായ യുദ്ധസമയത്ത് രഥത്തിൻ്റെ കീലകം മുറിഞ്ഞു പോയ സമയത്ത് അതിന് സ്വന്തം വിരലുകൊണ്ടതിനെ യുദ്ധം കഴിവോളം പിടിച്ചു നിർത്തിയ സമയത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ 2 വരം നൽകാമെന്ന്. അങ്ങനെ ആ 2 വരം നൽകാമെന്ന് പറഞ്ഞത് കൈകേയി മറന്നു. അങ്ങനെയാണ് മന്ദര വന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ വരം നീ ഇപ്പം ചോദിക്കണം. അതിലൊന്ന് ശ്രീരാമനെ വനവാസത്തിന് പറഞ്ഞേക്കാനും ഭരതനെ രാജാവായി വാഴിക്കണമെന്ന് 2 വരം വാങ്ങണം എന്നാണ്. അങ്ങനെ വീണ്ടും ദശരഥ മഹാരാജാവിനെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ 2 വരം വാങ്ങിച്ചിട്ടുണ്ട്, ആ 2 വരത്തിൽ എനിക്കിപ്പോഴാ വരം വേണമെന്ന്. അങ്ങനെ ആ വരത്തിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് കേട്ട് ദശരഥ മഹാരാജാവ് താഴെ വീണാണ്. അങ്ങനെ വീണതിന് ശേഷം ശ്രീരാമൻ വരികയാണ്. ആ ശ്രീരാമൻ വന്നതിന് ശേഷം എന്താണ് എൻ്റെ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണമെന്ന് പറയുന്ന സമയത്ത് കൈകേയി പറയുന്ന വാക്കുകളാണ്. എന്താണ് പുത്രൻ എന്ന് പറയുന്നുണ്ട്. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ താടനം ചെയ്യുകയാൽ പുത്രൻ എന്നാണ്. പും എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് അച്ഛനെ ത്രാണനം ചെയ്യുന്നവനാണത്രേ യഥാർത്ഥത്തിൽ പുത്രൻ. അതുകൊണ്ട് നീ പുത്രധർമ്മം നീ ചെയ്യണം. അതെന്താ പുത്രധർമ്മം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, എത്രയും പെട്ടെന്ന് നീ വനവാസത്തിന് പോകണം, ഒപ്പം ഭരതനെ രാജാവായി അഭിഷേകം നടത്തണം എന്ന് കൈകേയി പറയുന്ന ഒരു ഭാഗത്താണ്. ഇതിലൊക്കെ രാമായണ കഥയായി നമ്മൾ എടുക്കണം, ഒപ്പം കഥയിലെ തത്വം ജീവിതത്തിലേക്ക് പകർത്തണം. നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ ചില സന്ദർഭത്തിൽ നമുക്ക് തന്നെ വിനയായി മാറും. അത് നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആർക്കെങ്കിലും ജീവിതത്തിൽ വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ ആ വാക്കിന് അതാത് സമയത്ത് നൽകേണ്ടുന്നതായ മൂല്യം, അതാത് സമയത്ത് നൽകേണ്ടുന്ന അംഗീകാരം നമ്മൾ അപ്പം കൊടുത്തേക്കണം. പിന്നീടേക്ക് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആപത്തുകൾ നമ്മളിലേക്ക് വരുമെന്ന സൂചന മാത്രമാണ് ഓരോ കഥയിലെയും തത്വമെന്ന് നമ്മളെ കഥയിലൂടെ തത്വത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം ഏതദ്ധി രാമായണം. ഹരി ഓം തത്സത്.